ഇവിടെ ഫ്രെഡി എന്ന് പറഞ്ഞ ആരെങ്കിലും പരിചയമുണ്ടോ? ഫ്രെഡിയാ? അങ്ങനെ ഒരാളെ കുറിച്ച് കേട്ടിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് മുന്നേ അവിടെ വാടകയ്ക്ക് താമസിച്ച ആരെങ്കിലും? അവിടെ ഇതുവരെ ആരും വാടകയ്ക്ക് താമസിച്ചിട്ടില്ല. സാറാണ് ആദ്യമായിട്ട് വരുന്നത്. തോമസ് സാറ് വീട് താമസം കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് മാറി. സാറേ സാറേ ഇത്തിരി തേൻ മിഠായി എടുത്താലോ? പിള്ളേർക്ക് ഇഷ്ടാവും. പിള്ളേർക്ക് ഇഷ്ടമാണ്. ചേട്ടാ, ഞാൻ അഡ്വക്കേറ്റ് ജോൺ, തോമസ് സാറിൻ്റെ വീട്ടിലെ പുതിയ താമസക്കാരന്. ഫ്രെഡി പാരഡൈസ് വില്ല എന്നൊരു കത്ത് ചേട്ടൻ ഞങ്ങളുടെ വീട്ടിൽ തെറ്റിയിടുന്നുണ്ട്. മറ്റ് ഡീറ്റെയിൽസ് ഒന്നും ഇല്ല അതിൽ. ഞാൻ അങ്ങനെ ലെറ്ററും അവിടെ കൊണ്ടിട്ടില്ല. പിന്നെ അഡ്രസ്സ് ഫുൾ അഡ്രസ്സ് ഇല്ലാണ്ട് ആരെങ്കിലും കത്തയക്കും, പേരും വീട്ടുപേരും മാത്രം വെച്ച്. അത് വേറെ ആരെങ്കിലും ചെയ്തായിരിക്കും. പപ്പ, പ്രിയപ്പെട്ട ഫ്രെഡി, എനിക്കിനിയൊരു ജന്മമുണ്ടെങ്കിൽ നിന്റെ പ്രിയപ്പെട്ട ബ്രൗൺ കളർ ഫാൽക്കൺ ഫൗണ്ടൻ പേനയാവാനാണ് എനിക്കിഷ്ടം. നിന്നോട് തൊട്ടുരുമി നിന്റെ നെഞ്ചിൽ ഈ ലോകത്തെ നോക്കി ഞാൻ എളിഞ്ഞിരിക്കും. പിന്നെ നമ്മുടെ സ്വർഗത്തിലെ അതിഥികളെ ഞാൻ നീ വരുമ്പോൾ പരിചയപ്പെടുത്തി തരാം. ഉറക്കമില്ലാതെ നിന്നെ കാത്തിരിക്കുന്ന പല രാത്രികളിലും ഞാൻ അവരെ കേട്ടിരിക്കും. എന്നാലും ഒന്ന് പറയട്ടെ, ഈ കടൽ നിന്നിലേക്ക് തന്നെ ഒഴുകിക്കൊണ്ടിരിക്കും, കൂടുതൽ ഭ്രാന്തമായി, കൂടുതൽ ആവേശത്തിൽ. എന്നാണ് നീ എന്നെ കാണാൻ വരുന്നത്? ഇന്നലെ അവളുടെ ജന്മദിനമായിരുന്നു. അതാരും അറിയാതെ പോയത് എന്നെ അസ്വസ്ഥയാക്കുന്നുണ്ട്. പാവം, ഒറ്റയ്ക്ക് അവൾ ആശംസകൾ സ്വയം നേർന്നു, കണ്ണാടി നോക്കിക്കൊണ്ട്. പ്രിയനെ, നീ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കൊരുമിച്ച് അവരെ കേട്ടുകൊണ്ട് ഇവിടെ ഇരിക്കാം. നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്ന ഒരു ജന്മദിനം ഞാൻ ഓർത്തുപോയി. അന്ന് നീ എനിക്ക് സമ്മാനിച്ചത് എന്നെക്കുറിച്ച് നീ എഴുതിയ ഡയറിക്കുറിപ്പുകളായിരുന്നു. അന്നും എന്നത്തെയും പോലെ ഞാൻ തന്നെയായിരുന്നു വാതോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നത്, അല്ലേ? ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, വാതോരാതെ സംസാരിച്ചവൾക്ക് കാലം കാത്തുവെച്ചത് ഏകാന്തതയുടെ തടവറയാണ്. പപ്പ, പായസം. ഇന്നെന്താ വിശേഷം? മമ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. എല്ലാവരും മറന്നുപോയി. ഓർത്തപ്പ മമ്മി ഉണ്ടാക്കിയതാ.
പപ്പ എന്താ എവിടെ ഇരിക്കുന്നേ? ആ എണീറ്റോ? അതേ ഒരു കള്ളൻ ഇപ്പോൾ വരും, അവനെ പിടിക്കാൻ. കള്ളനോ? ദേ വരുന്നു മമ്മി. തൻ്റെ കേസാ വിളിക്കണത്. വക്കീല് കാഴ്ച കാണാതിരിക്കല്ലേ? ഞാനൊരു ആലോചനയിലായി പോയി. ആലോചന നല്ലതാണ്. എന്നാ പിന്നെ പുറത്തു പോയി നല്ലോണം ഇരുന്ന് ആലോചിക്കും. കേസ് അടുത്ത മാസം 18 മാറ്റി. സാർ 2 മിനിറ്റ്. അല്ല, നല്ലോണം ഇരുന്ന് ആലോചിക്കും. കേസ് 18 തീയതി. നെക്സ്റ്റ്. എടാ, ഇത് നല്ല ബ്യൂട്ടിഫുള്ളായ ലവ് ലെറ്റേഴ്സ് ആണല്ലോടാ. ഇതെഴുതിയ പേരില്ലാത്ത റോസിൻ്റെ വലിയൊരു ആരാധനാവും ഞാൻ. എന്നിട്ട് ഫ്രെഡിയെ സ്നേഹിക്കുന്ന പോലെ എന്നെയും സ്നേഹിക്കാൻ പറയും. ഇതിനാണ് രാവിലെ തൊട്ട് നീ കാറ് ഓട്ടിക്കുന്നത്. ഇതത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. ഞാൻ ഇന്നലെ മോനോട് ചെവി പറഞ്ഞ കാര്യങ്ങളാണ് ഈ കത്തിൽ എഴുതി വന്നേക്കുന്നത്. രാത്രി കിടന്നുറങ്ങുമ്പോൾ എന്തൊക്കെയോ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ആ വീട്ടിലാരൊക്കെയോ ഉള്ള പോലെ. ആഹാ ആ അപ്പോൾ വട്ടം തുടങ്ങി. നല്ല കോമ്പിനേഷൻ. വട്ടനായ വക്കീൽ. എടാ, നീ കിടന്നിങ്ങനെ ആലോചിച്ച് കൂട്ടി ടെൻഷനാവല്ലേ? ഇതാരാണ്ട് നിന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്യണേ? 100% ഷുവറല്ലേ? നോക്കട്ടെ. പ്രിയപ്പെട്ട ഫ്രെഡി, ഞാൻ അവരെ കേട്ടിരിക്കുന്നത് അവർ മനസ്സിലാക്കുന്നു. ഞാനൊരു കള്ളനാണെന്നാണ് അയാൾ മകനോട് പറഞ്ഞത്. സത്യമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒരുമിച്ച് ചെയ്തിരിക്കുന്നത്. ഓർക്കാൻ സുഖമുള്ളവ. നിനക്ക് ഓർമ്മയുണ്ടോ, ഇടയ്ക്ക് നമ്മൾ പുറത്ത് നമ്മുടെ പൂന്തോട്ടത്തിൻ്റെ നടുവിലിരുന്ന് നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗാനം ജൂലി ഡു യു ലവ് മീയും നിർത്താതെ നമ്മുടെ കാസറ്റ് പ്ലെയറിലിട്ട് അവയെല്ലാം സംസാരിച്ചിരുന്നത്. എടാ, ഇതിലെഴുതിയിരിക്കുന്ന പാട്ട് നിനക്ക് ഓർമ്മയില്ലേ? ബോബി ശർമാൻ്റെ ജൂലി ഡു യു ലവ് മീ. നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഉണ്ടായിരുന്ന മോഹനില്ലേ, മൂക്കള മോഹൻ, അവൻ ഈ പാട്ടും പാടിയല്ലേ എൻ്റെ ക്ലാസ്സിലെ ജൂലിയുടെ പുറകെ. മമ്മി, ആ ചത്തുപോയി കിളിന്റെ ശബ്ദം കേട്ടില്ലേ?
ഈ പാട്ട് മോനെ ആരെ പഠിപ്പിച്ചേ? മമ്മിയാണ്? ഒന്ന് ആലോചിക്കേ. മമ്മിയല്ലേ? പിന്നെ ആരാ? അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കും. എവിടുന്ന്? താഴേന്ന്. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ആ വീടങ്ങ് വിട്ടേക്ക്. വേറൊന്നും നോക്കാം. നിങ്ങൾക്ക് ഇവിടെ തന്നെ നിൽക്കാലോ. നീ എന്തായി പറയുന്നേ? 6 മാസത്തെ വാടക കൊടുത്ത്. 6 മാസത്തെയോ? നാട്ടിൽ നടക്കുന്ന കാര്യമല്ലാണ് ഈ പറയണത്. ഇവിടെ സാധാരണ ഒരു വീട്ടിൽ എന്നെ 1 മാസത്തിൽ കൂടി നിർത്താറില്ല. ഇതാകുമ്പോൾ 6 മാസം സേഫ് അല്ലേ, അതുകൊണ്ട് കൊടുത്തത്. നീ എന്തായാലും ആളെ പോയി ഒന്ന് കാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം നിന്റെ തോന്നലാണെങ്കിലും ശരി, അവിടെ നീ താമസിക്കണ്ട, വേറെ നോക്കാം. ആളൊരു മാസത്തെ വാടക എടുത്തോട്ടെ. ഡേസിയും പിള്ളേർക്ക് ഇവിടെ തന്നെ നിൽക്കാലോ. ആള് പുറത്ത് പോയിക്ക്. രാത്രി ചെല്ലാൻ പണിക്കാരൻ പറഞ്ഞു. പോയി നോക്കാം. ആ താനോ? എന്താ കാര്യം? ഞാൻ ആ വീട് വഴി ഞാൻ തീരുമാനിച്ചു. അതിനിപ്പോൾ ഇവിടെ വരേണ്ട കാര്യം എന്താ? മാറിക്കൊള്ളണം. ഞാനിവിടെ ഒരു 5-6 ദിവസമേ താമസിച്ചുള്ളൂ. അപ്പോൾ ബാക്കി വാടകയുടെ കാര്യങ്ങളൊന്നും. ഓ, അതിലൊന്നും ബാക്കി ഉണ്ടാകത്തില്ലെന്നേ. അതൊക്കെ ആദ്യമേ പറഞ്ഞാണല്ലോ. ബാക്കി ഉണ്ടാകത്തില്ലെന്നോ? ഒരാഴ്ച താമസിച്ചിട്ട് 6 മാസത്തെ വാടകയോ? ഇതെവിടുത്തെ ന്യായം? ഓ, എന്നാ നീ നോക്ക് വാങ്ങാൻ പറ്റുമോ എന്നോട്ടോ. ബാക്കി കഴിക്കാൻ പറഞ്ഞു. സാറേ, ചോദിച്ചിട്ട് കാര്യമില്ല. പരമനാറിയ നയാ പൈസ കിട്ടില്ല. സാറാ വീട്ടിൽ നിൽക്കണ്ട. കാശ് പോണം നോക്കണ്ട. വേഗം അവിടുന്ന് മാറിക്കോ. ആ വീടിരിക്കുന്ന സ്ഥലത്തിന് ഒരു പ്രശ്നമുണ്ട്. അന്നവിടെ വീട് വെഞ്ചരിക്കാൻ വന്ന അച്ഛൻ ഒരു കാഴ്ച കണ്ടു. ആ വീട് പണിയുന്നതിന് മുമ്പ് അതൊരു ഷോപ്പറിലായിരുന്നു.